ടോക്സിക് ആയിട്ടുള്ള കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വലിയ പൊസിഷനിലിരിക്കുന്ന പല ആൾക്കാരും വളരെ വൃത്തികെട്ട മനുഷ്യരാണെന്നുള്ളത് പലപ്പോഴും ഇത് പല ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പല സ്ഥാപനങ്ങളുടെയും മുകളിലൊക്കെ ഇരുന്ന് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വരുന്ന മനുഷ്യരെയൊക്കെ ഇഞ്ചിഞ്ചായിട്ട് ഇല്ലാതാക്കി, അവരുടെ സ്വപ്നങ്ങളില്ലാതാക്കി, അവരുടെ വളർച്ചയില്ലാതാക്കി, അവരെ രോഗികളാക്കി, അവരെ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഓടിപ്പോകാൻ പ്രേരിപ്പിക്കുന്ന പലതരത്തിലുള്ള വിഷങ്ങളും നമ്മുടെ സമൂഹത്തിലൊക്കെ പല സ്ഥാപനങ്ങളുടെയും പല ഓർഗനൈസേഷനെയൊക്കെ തലപ്പത്തിരിപ്പുണ്ട്. ഇത്തരം ആൾക്കാർ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇത്തരം ആൾക്കാർ നമ്മളിലൊക്കെ ഇത്തരം ആൾക്കാർ വളർന്നു വരുന്നുണ്ടെങ്കിൽ, സ്ഥിരമായി ഇത്തരം സ്വഭാവങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പതുക്കെ ഇല്ലാതാക്കുക. കാരണം അതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള ചില ക്വാളിറ്റീസാണ്. നല്ലൊരു ട്രൂ പ്രൊഫഷണലാകാൻ ശ്രമിക്കുക. ഒരു കുറച്ചുകൂടെ നമ്മുടെ ഒരു ക്വാളിറ്റി എലിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചുകൂടെ ഒരു കാലത്തിനനുസരിച്ചുള്ള ഒരു പോസിറ്റീവ് പേഴ്സണായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവസാനമൊക്കെ ആകുമ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്തവരോ നമ്മളുമായിട്ട് ബന്ധമുള്ള ഒരു മനുഷ്യനും നമ്മളെ ഒന്നും തിരിഞ്ഞു പോലും നോക്കത്തില്ല. കാരണം അവസാനം നമ്മളൊരു ദുരന്തമായി അവസാനിക്കും. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഇന്ന് ചെറുപ്പക്കാരൊക്കെ വളരെ നല്ല ഡിഗ്രികളൊക്കെ എടുത്ത് നല്ല ക്വാളിഫൈഡ് ആയിട്ടൊക്കെ ഓരോ സ്ഥാപനങ്ങളിലൊക്കെ ജോലിയിലൊക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും അവർക്ക് അഭിമുഖീകരിക്കേണ്ട വരുന്ന ഒരു വലിയ കുഴപ്പം വളരെ ടോക്സിക് ആയിട്ടുള്ള മാനേജർമാരാണ്. എല്ലാ സ്ഥാപനങ്ങളിലും ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ നമുക്ക് പരിചയപ്പെടാനും കാണാനും ഒക്കെ കഴിയും. പക്ഷെ പ്രധാനപ്പെട്ട കസേരകളിൽ, പ്രത്യേകിച്ച് വളരെ കീ പൊസിഷൻസിൽ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ തലപ്പത്ത്, ഒരു ഓഫീസിൻ്റെ തലപ്പത്തൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വളരെ ഡീപ്പായിരിക്കുമെന്ന് മാത്രമല്ല, അങ്ങനെയുള്ളവരോട് ജോലി ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും രോഗികളായി പോവുകയും അവർക്കൊരു വാല്യൂ ഇല്ല എന്ന് തോന്നുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് പലപ്പോഴും ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം നല്ല ട്രെയിനിങ്, ശരിക്കും ലൈഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിസം ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്ങുകളൊന്നും പല സ്ഥാപനങ്ങളിലും കിട്ടുന്നില്ല. ഇന്ന് സ്ഥാപനങ്ങളുടെ എല്ലാം ട്രെയിനിങ് പോകുന്നത് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ കാര്യത്തിലേക്കാണ്. എങ്ങനെയെങ്കിലും പ്രോഫിറ്റ് കൂട്ടാനുള്ള ട്രെയിനിങ്ങുകൾ പലതും വളരെ നിലവാരം കുറഞ്ഞതും വളരെ മെറ്റീരിയലിസ്റ്റിക്കുമായിട്ടുള്ള ട്രെയിനിങ്ങുകളാണ്. അവിടെ മനുഷ്യന് യാതൊരു വാല്യൂ കൊടുക്കാത്ത, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ഡിഗ്നിറ്റിയും മനുഷ്യന് റെസ്പെക്റ്റും ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയും പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ പലപ്പോഴും നമ്മൾ പിക്ക് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ പ്രോഫിറ്റ് കൂട്ടാൻ, അത് ഏത് തരം താഴ്ന്ന പ്രവർത്തനം ചെയ്താലും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ കുറേ പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് പല ഓർഗനൈസേഷനും പോകുന്നതുകൊണ്ട് അത്തരം ഓർഗനൈസേഷനിലൊക്കെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ലേബർ ടേൺ ഓവർ, അല്ലെങ്കിൽ അവരെ ജോലി വിട്ട് സ്ഥിരമായിട്ട് അങ്ങനെയുള്ളവരോട് ജോലി ചെയ്യാനൊന്നും ആരും തയ്യാറാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഒരു വളരെ ഡീസൻ്റായിട്ടുള്ള ഒരു ട്രെയിനിങ് പല സ്ഥാപനങ്ങളിലും ഇല്ല. മനുഷ്യനെ ഡെവലപ്പ് ചെയ്യുന്ന, മനുഷ്യൻ്റെ ക്വാളിറ്റീസിനെ ഡെവലപ്പ് ചെയ്യുന്ന, ഒരു സസ്റ്റൈനബിളായിട്ടുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടി ഓർഗനൈസേഷനെ സെറ്റ് ചെയ്യുന്ന ട്രെയിനിങ്ങുകളൊന്നും പലയിടത്തും നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിൻ്റെ ഒരു ദുരന്തം ഇന്ന് നമുക്ക് ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളിലും ചെല്ലുമ്പോൾ കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ധാരാളം ദുരന്തങ്ങൾ നമുക്ക് ദർശിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ചില ആൾക്കാരുടെ ക്വാളിറ്റീസ് ഒരുപക്ഷെ ഇതുപോലുള്ളൊരു വീഡിയോയിലൂടെ ഇപ്പം നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ക്വാളിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ, ഇത് ഒക്കേഷണലായിട്ട് ഇങ്ങനെയുള്ള ക്വാളിറ്റീസൊന്നും വരുന്നത് കുഴപ്പമില്ല. പക്ഷേ സ്ഥിരമായി ഇത്തരം ക്വാളിറ്റീസ് നമ്മൾ നിരന്തരമായി കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ ഒരു ടോക്സിക് നേച്ചറുണ്ട്, നമ്മൾ വളരെ അൺപ്രൊഫഷണലാണ്, വളരെ ഇൻഡീസൻ്റാണ് എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാനൊരവസരം കിട്ടും. അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും. പ്രധാനമായിട്ട് ഇത്തരം ആൾക്കാർ ചെയ്യുന്ന ഒരു മൈക്രോ മാനേജ്മെൻറ്റാണ്. അവരാവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും കയറി ഇടപെടുക, അവർ എപ്പോഴും ഇങ്ങനെ നമ്മളെ ചെറിയ ഡീറ്റെയിൽസിന് വരെ നമ്മളിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതൊരു സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഭയങ്കര മൈക്രോ മാനേജ്മെൻ്റ് ആയിരിക്കും. എപ്പോഴും നമ്മളിങ്ങനെ പേര് വിളിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊരു വർക്ക് തന്നു കഴിഞ്ഞാൽ ആ വർക്ക് സ്വസ്ഥമായിട്ട് ചെയ്യാൻ നമ്മളെ വിടത്തില്ല. ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു 4 വർക്ക് നമുക്ക് തരിക. അപ്പോൾ ഒരു വർക്കിൻ്റെ ഡെഡ് ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്, അതനുസരിച്ച് നമ്മളത് പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ പോലും അതിനിടെ 10 പ്രാവശ്യം ഇൻ്റർഫിയർ ചെയ്യുക.
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഇത് നമുക്ക് ഒരാളെ സംബന്ധിച്ച് അവർക്ക് ജോലി ചെയ്യാൻ ഇത് ഭയങ്കര അസൗകര്യമാണ്. പക്ഷേ ഈ ചെയ്യുന്ന ആളിത് അറിയുന്നില്ല. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഒരു ഇൻസെക്യൂരിറ്റിയും ഇവരുടെ ഉള്ളിലെ അസ്വസ്ഥതകളും അവരിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക, അത് ചുറ്റുമുള്ള ആൾക്കാരെ എല്ലാം വളരെയധികം ടോക്സിക് ആക്കുകയും ചെയ്യും. അതാണ് ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകത. രണ്ടാമതായിട്ട് ഇവരുടെ ഒരു വലിയ കുഴപ്പം, ആരെന്ത് ജോലി ചെയ്താലും അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം ഇവർക്ക് വേണം. ഇത് വളരെ വളരെ ദോഷകരമായ ഒരവസ്ഥയാണ്. ആരെന്ത് ചെയ്താലും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും മറ്റുള്ളവരുടെ തലയിലിടുകയും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സാധിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് എടുക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയും ചെയ്യും. ഇത്തരം ആൾക്കാർ വളരെ ഒരു വളർച്ചയ്ക്ക് വലിയ തടസ്സമുള്ള മനുഷ്യരാണ്. മൂന്നാമതായിട്ട് ഇവർ ഈ അക്കൗണ്ടബിലിറ്റി എപ്പോഴും അവോയ്ഡ് ചെയ്യുന്നവരാണ്. ഇടയ്ക്കിടയ്ക്ക് തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഇതിൻ്റെ ഒന്നും ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കത്തില്ല. അവരാണ് കീ പൊസിഷനിൽ ഇരിക്കുന്നത്, അവരാണ് പ്രിൻസിപ്പൽ പോസ്റ്റിലിരിക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്കറിയാം ലീഗലി അവർ റെസ്പോൺസിബിൾ ആണെന്നറിയാം, ലീഗലി അവരാണ് അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ എടുക്കേണ്ടതെന്നറിയാം. എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വമൊന്നും ഞാൻ എടുക്കത്തില്ല, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും അനുഭവിക്കുന്നത്, നിങ്ങളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും, നിങ്ങൾ കുഴപ്പത്തിലാകും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അവരുടെ ഇൻസെക്യൂരിറ്റിയാണ്. അവരൊരു നിലവാരം കുറഞ്ഞ വ്യക്തിയാണെന്നാണ് ഈ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു അക്കൗണ്ടബിലിറ്റി എടുക്കാൻ വയ്യാത്ത ഒരാളെ ഒരു മാനേജർ പോസ്റ്റിലോ ഒരു ടോപ്പ് പൊസിഷനിലോ ഒരിക്കലും ഇരുത്താൻ പാടില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ടാലൻറ്റ് ക്രഞ്ച് ഉണ്ട്, ഒരുപാട് ടാലൻറ്റുകളൊന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ടും പലപ്പോഴും നമ്മൾ ആവശ്യത്തിനുള്ള സാലറി ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ഈ നാലാംകട ആൾക്കാരെയൊക്കെ എടുത്ത് കോട്ടും ടൈയും ഒക്കെ ഇടിച്ച് പ്രധാനപ്പെട്ട കസേരയിലൊക്കെ ഇരുത്തേണ്ട ഗതികേട് പലപ്പോഴും പല സ്ഥാപനങ്ങൾക്കും ഉണ്ട്. പക്ഷേ ആ സ്ഥാപനങ്ങൾ തന്നെ നശിച്ചു പോകുന്നു എന്നുള്ളത് ഇവരെ ഇരുത്തുന്നവരറിയുന്നില്ല. അത് കുറേ കഴിയുമ്പോഴായിരിക്കും ഇവരുണ്ടാക്കിയ ഒരു വലിയ ദുരന്തം മനസ്സിലാകുന്നത്. പ്രധാനമായിട്ട് ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രശ്നം, ഒരുപാട് കള്ളം പറയും, ഒരുപാട് ഡ്രാമ കളിക്കും, ഒരുപാട് താഴെയുള്ളവരെയൊക്കെ അവർ ഡിസോൺ ചെയ്യും. ഒരു ക്രൈസിസോ പ്രോബ്ലമോ വരുമ്പോൾ ഒരിക്കലും അവിടെയുള്ളവരെ അവർ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇത്തരം ആൾക്കാരുടെ ഒരു കുഴപ്പം ഒരു ലോങ് റണ്ണിൽ ഇവരുടെ സ്ഥാപനത്തിനുണ്ടാക്കി വയ്ക്കുന്ന ഡാമേജ് വളരെ ഡീപ്പായിരിക്കും. പക്ഷെ അതൊക്കെ അറിയുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി പോകും. പലപ്പോഴും ഇവരെ നിയമിക്കുന്ന ആൾക്കാർക്കൊന്നും ഇവരുടെ ശരിയായിട്ടുള്ള ഒരു അനാലിസിസ് പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ സബോർഡിനേറ്റ്സൊക്കെ ഇവരെക്കുറിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഇവർ ഭയങ്കരമായ ഒരു ഓറ സൃഷ്ടിച്ച് ഇവരെന്തോ സൂപ്പർ ഹ്യൂമനാണ്, ഇവർ ഭയങ്കര ബിസിനസ് കൊണ്ടുവരുന്നവരാണ്, ഇവരെന്തോ എക്സെപ്ഷണലാണ് എന്നൊക്കെ ഇവർ ഒരു ഇമേജൊക്കെ ഒരു ഷോർട്ട് റണ്ണിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കും. അതുകൊണ്ട് പലപ്പോഴും ലോങ് റണ്ണിലുണ്ടാകുന്ന ഡാമേജ് പലപ്പോഴും ആർക്കും മനസ്സിലാകത്തില്ല. ഇവരുടെ വേറൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരുപാട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും, വളരെ പുവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുമാണ്. കാരണം ഇവർ ഒന്നും ക്ലിയറായിട്ട് പറയത്തില്ല. കാരണം ക്ലിയറായിട്ട് പറഞ്ഞാൽ അത് അവർ അക്കൗണ്ടബിൾ ആവും. അപ്പോൾ പലപ്പോഴും ഒരു കമാൻഡൊക്കെ കൊടുക്കുന്നതല്ലേ മറ്റുള്ളവരോടൊരു ജോലിയൊക്കെ ചെയ്യാൻ പറയുന്നതെല്ലാം ഒരു ആംബിഗ്യൂറ്റി അവർ ക്രിയേറ്റ് ചെയ്യും. ഒരിക്കലും ക്ലിയറായിട്ടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത്, അത് നിങ്ങളാണ് അങ്ങനെ കേട്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ കുളവാക്കണമെങ്കിൽ ഇത്തരം ആൾക്കാരുടെ ഒരു വലിയ കുഴപ്പം എന്നാന്ന് വെച്ചാൽ അവരൊരിക്കലും ക്ലിയറായിട്ടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല, റിട്ടണായിട്ടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല, ഫോർമലായിട്ടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. ഇൻസ്റ്റൻറ്റ് ദേ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ ഇൻ ദ ഷോ. അതാണ് പലപ്പോഴും അവർ ചെയ്യുന്ന ഒരു വലിയ കുഴപ്പം. വേറൊന്നും അവരുടെ ഭയങ്കരമായിട്ടുള്ള ഫേവറിറ്റിസാണ്. അതാത് സമയത്ത് അവർക്ക് പ്രയോജനമുള്ള ആൾക്കാരെ അവർ ചേർത്ത് നിർത്തും, അതാത് സമയത്ത് ആവശ്യമുള്ള ആൾക്കാരെ. അവർ ലോങ് റണ്ണിൽ അങ്ങനെ ആവണമെന്നില്ല, ഒരു ഷോർട്ട് റണ്ണിൽ നമുക്ക് ഏറ്റവും പ്രയോജനമുള്ള ആൾക്കാരെ അവർ ചേർത്ത് നിർത്തുകയും നമുക്ക് പ്രയോജനമില്ലാത്ത ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരെപ്പറ്റി പറയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ എല്ലാം അവരുടെ കാര്യം നടക്കാൻ വേണ്ടി മാത്രമായിരിക്കും അവർ ആൾക്കാരെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓരോ മനുഷ്യരെ ഉപയോഗിച്ച് കളയുക, അതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. ആവശ്യത്തിന് ഉപയോഗിക്കുക. നമുക്ക് അവരെ സൂചിപ്പിച്ച് നിർത്തുന്നവരെയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെ ക്രിറ്റിസൈസ് ചെയ്യുകയോ അവർക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ അവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്നുള്ളതാണ് രസം. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇവരുടെ ഒരു മാനേജ്മെൻറ്റ് ടൂൾ ഫിയറാണ്. ഫിയർ വെച്ചിട്ടാണ് ഇവർ മാനേജ് ചെയ്യുന്നത്. ഈ വീക്കായിട്ടുള്ള ആൾക്കാർ, ഇതുപോലെ വൾണറബിളായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഫിയറാണ് അവരുടെ ഒരു മാനേജ്മെൻറ്റ് ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. ഇവർ ഭയപ്പെടുത്തും. എപ്പോഴും നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടും, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ കൂടെ നിൽക്കത്തില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ഇത് അനുഭവിക്കേണ്ട ഒരു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ്
എപ്പോഴും ഫിയർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് കുത്തി നിറയ്ക്കാൻ ശ്രമിക്കും. അങ്ങനെ അവരെ പേടിപ്പെടുത്തി പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. സ്വാഭാവികമായിട്ട് ഇന്ത്യ പോലുള്ള രാജ്യത്ത് തൊഴിലില്ലായ്മയൊക്കെ ഒരുപാടുള്ളൊരു സ്ഥലത്ത് മനുഷ്യനൊക്കെ പ്രാരാബ്ദങ്ങളൊക്കെ ഒത്തിരി ഉള്ളപ്പോൾ ഈ പ്രാരാബ്ദവും പ്രയാസവും ജോലിയില്ലാത്തവരും ഒക്കെ ആയ മനുഷ്യർ ഇതുപോലുള്ള ആൾക്കാരുടെ ഈ ത്രെറ്റിന് വിധേയമായി അവിടെ കഴിഞ്ഞുകൂടേണ്ടി വരും. അങ്ങനെ ഒരുപാട് ഗതികെട്ട് ഈ ലോകത്ത് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുണ്ട്. പക്ഷേ ഇതുപോലുള്ള ആൾക്കാർ വളരെ വെനമാണ്, വളരെ ടോക്സിക്കാണ്. ഇവരെ ഇങ്ങനെ ഇത്രയും ആൾക്കാർ ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് ആരും അറിയുന്നില്ല. എന്തിനാണ് ഇവർ ഈ ഫിയർ ടൂളായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവർ ഇൻസെക്യൂർഡാണ്. ഇവർ വലിയ ധൈര്യമുള്ളവരായിട്ടാണ് പുറത്ത് കാണിക്കുന്നതെങ്കിൽ ഇവരെ പോലെ പേടിത്തൊണ്ടന്മാർ ലോകത്തില്ല. കാരണം ഭയപ്പെടുത്തുന്ന ആൾക്കാർ ഭയങ്കര ഭയമുള്ളവരാണ് ഭയപ്പെടുത്തുന്നത്. ധൈര്യമുള്ളവൻ ഭയപ്പെടുത്തത്തില്ല. ധൈര്യമുള്ളവനെ സംബന്ധിച്ച് വളരെ കോൺഫിഡൻ്റായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യും. ആ ഒരു ടീമായിട്ട് എല്ലാവരെയും നിലനിർത്തുകയും നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും ഐ വിൽ ടേക്ക് കെയർ ഓഫ് എന്ന് പറയുന്ന ആൾക്കാരാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള മാനേജർമാർ. അതേസമയം ഇങ്ങനെയുള്ളവർ എപ്പോഴും ഫിയർ ഇൻസ്റ്റിൽ ചെയ്ത് പേടിപ്പെടുത്തി അവരുടെ കൂടെ എല്ലാവരെയും പിടിച്ചു നിർത്താനായിട്ട് ഒരു ടെക്നിക്കാണ് അവർ പലപ്പോഴും ഉപയോഗിക്കുന്നത്. അതുപോലെ വളരെ പ്രധാനമായൊരു പ്രശ്നം, ഇവരൊരിക്കലും ഒരു പേഴ്സണൽ സ്പേസ് റെസ്പെക്റ്റ് ചെയ്യത്തില്ല. പലപ്പോഴും അവർ വളരെ അൺപ്രൊഫഷണലായിട്ട് സംസാരിക്കുകയും ചെയ്യും. നമുക്ക് ഒരു എംപ്ലോയീസൊക്കെ ഇപ്പോൾ ഒരാളുടെ കീഴിൽ ഒരാൾ ജോലി ചെയ്യുന്നു എന്നും പറഞ്ഞ് അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറാനൊന്നും ആർക്കും അവകാശമില്ല. അപ്പോൾ വളരെ ചെറിയ കാര്യത്തിന് പോലും അവരുടെ ഇടയിലേക്ക് കയറി ചെന്ന് അവരുടെ പേഴ്സണൽ സ്പേസിലേക്കൊക്കെ കയറി ചെന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വളരെ അൺപ്രൊഫഷണലായിട്ടൊക്കെ വർത്തമാനം പറയുക, ഇപ്പോൾ വളരെ മീനായിട്ട് വർത്തമാനം പറയുക, അവഹേളിച്ച് വർത്തമാനം പറയുക, ഇൽട്രീറ്റ് ചെയ്യുക. ഇതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അത്തരം ആൾക്കാരെയൊക്കെ നമുക്ക് ഡീൽ ചെയ്യണമെങ്കിൽ വളരെ ക്ലിയറായിട്ട് തന്നെ പറയണം. പ്രൊഫഷണൽ അല്ലാത്ത ഒന്നും ഞാൻ ടോളറേറ്റ് ചെയ്യില്ല എന്ന് പറയാൻ കഴിയുന്നവർക്ക് ഇങ്ങനെയുള്ളവരുടെ കൂടെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവർ വളരെ അൺപ്രൊഫഷണലായിട്ട് നമ്മളെ വളരെ ഇവരുടെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ഒരു സ്ലേവിനെ പോലെ ട്രീറ്റ് ചെയ്ത് നമുക്കൊരു ഡിഗ്നിറ്റി ഒന്നും ഇല്ല, നീ ഒന്നും അല്ല എന്നൊക്കെ വരുത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവരുടെ ഉള്ളിലൊരു സ്ലേവ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് തന്നെ. അതുപോലെ ഇവർക്ക് ഒരിക്കലും ഒരു ഫീഡ്ബാക്ക് കൊടുക്കാനോ ഇവരെ ഒന്ന് നന്നാക്കാനോ അല്ലെ ഇവരെ ഒന്ന് ചേഞ്ച് ചെയ്യാനോ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അവരോട് ഭയങ്കര വിരോധമായിരിക്കും, ഭയങ്കര ഡിഫെൻസീവായിരിക്കും ആ കാര്യത്തിലൊക്കെ. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ശ്രമിക്കുന്ന ആളിനെ വലിയൊരു കുഴപ്പക്കാരനായിട്ട് ചിത്രീകരിക്കുകയും ഡ്രാമ കളിക്കുകയും ആളിക്കത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവം ഇങ്ങനെയുള്ളവർ കാണിക്കാറുണ്ട്. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ്, ഇവർ എപ്പോഴും ഒരു നെഗറ്റീവ് വർക്ക് എൻവയോൺമെൻ്റ് ആയിരിക്കും. അവിടെ ഒരു ടീം ഒരിക്കലും ഉണ്ടാവില്ല. ദേ ഡിവൈഡ് ആൻഡ് റൂൾ. അങ്ങനെ ആൾക്കാരെ വിഭജിക്കുക. ഒരു ടീം ബിൽഡിംഗ് എന്ന് പറയുന്നൊരു പരിപാടിയില്ല. നമുക്ക് എന്ന് പറയുന്നൊരു വാക്കേ അവർ ഉപയോഗിക്കത്തില്ല. നമുക്ക് ഒരുമിച്ചെന്നുള്ളൊരു പൊസിഷനേ അവർക്കില്ല. പലപ്പോഴും ഈ ടീമിനെയൊക്കെ ഡിവൈഡ് ചെയ്ത് ഇവരുടെ കുറ്റം അവരുടെ അടുത്ത് പറഞ്ഞ് അവരുടെ കുറ്റം ഇവരുടെ അടുത്ത് പറഞ്ഞ് ആകെ കൂടെ കുളവാക്കി ഒരു നെഗറ്റീവ് എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കാനായിരിക്കും ഇങ്ങനെയുള്ളവർ പലപ്പോഴും ശ്രമിക്കുന്നത്. ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇവർക്ക് എമ്പതി എന്ന് പറയുന്ന ഒന്നുമില്ല. മനുഷ്യൻ്റെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, വേദനകൾ ഒന്നും അവർക്കൊരു വിഷയമല്ല. ആർക്കും ലീവ് കൊടുക്കത്തില്ല. എല്ലാ ദിവസവും എല്ലാവരും ജോലി ചെയ്താൽ എല്ലാവരെയും ജോലി ചെയ്യിപ്പിക്കുക. അല്ലാതെ ഒരു ദിവസം അവർക്കൊരു പേഴ്സണലായിട്ടൊരു നീഡ് വന്നാലൊക്കെ അത് മനസ്സിലാക്കുക, ഒരു അസുഖം വന്നാലത് മനസ്സിലാക്കുക. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് ചോദിക്കുക. ഒരാൾ വന്നിട്ട് അവരുടെ ഒരു വിഷമം പറയുമ്പോൾ അതൊന്ന് ഇരുന്ന് കേൾക്കുക, ഒന്ന് സ്വാന്തനപ്പെടുത്തുക. അത്തരത്തിലുള്ള ഒരു ബോസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടോൾ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബോസ് അല്ലെങ്കിൽ ഒരു മാനേജർ എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ഡിഗ്നിറ്റി ഉള്ള ഒരു പൊസിഷനും കൂടെ ഉണ്ട്. ഒരു ഓർഗനൈസേഷൻ നയിക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ടാർഗറ്റുകളിൽ എത്തുക എന്നുള്ളതിനപ്പുറം ഒരു ഓർഗനൈസേഷനിലുള്ള മനുഷ്യരെയും കൂടെ ഡെവലപ്പ് ചെയ്യുക, അവരെ കുറേ കൂടി റിലാക്സ്ഡ് ആക്കുക, അവരെ കുറേ കൂടി പ്രൊഡക്റ്റീവ് ആക്കുക, അവരെ കൂടുതൽ ഫ്യൂച്ചറുള്ളവരാക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് റോൾസ് കൂടെ ഒരു മാനേജറിനുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത്തരം ആൾക്കാരെ കൊണ്ട് പറ്റത്തില്ല. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഇന്നത്തെ കാര്യം, നാളെ എന്ന് പറയുന്ന അവരുടെ ഒരു ചിന്തയിലേ ഇല്ല. അത്തരം ആൾക്കാർ തലപ്പത്തിരിക്കുമ്പോൾ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഒരു ഓർഗനൈസേഷൻ പ്രതീക്ഷിക്കുകയേ വേണ്ട. ഇങ്ങനെയുള്ളവർ പലപ്പോഴും ചെയ്യുന്നത് ആ ഇൻഡസ്ട്രിയെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ. ആ ഇൻഡസ്ട്രി പോലും വിട്ട് പലരും പോകുന്നതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ടോക്സിക് ആൾക്കാരെ സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലെ പല ഓർഗനൈസേഷനിൽ ഇരിപ്പുണ്ട്. ഇത് വീടുകളിൽ മാത്രമുള്ളൊരു പ്രശ്നമല്ല, നമ്മുടെ ഓർഗനൈസേഷൻസിലും
ഇത് ജോലി ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷനിൽ മാത്രമല്ല, സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, കലാരംഗത്തും ഒക്കെ ഇതുപോലുള്ള ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവരുടെ ഒരു കുഴപ്പം, ഇവരൊന്നിനെയും വളർത്തത്തില്ല, എല്ലാത്തിനെയും നശിപ്പിക്കും. ഇവർ കാരണം ഒരുപാട് പേര് ആ രംഗം വിട്ടുപോകും. ഇവർ കാരണം അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ രോഗമുള്ളവരാകും. ഇവർ കാരണം പലരുടെയും സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുകയും അവരുടെ ഒരു സെൽഫ് വെർത്തും വാല്യൂവും അവർ തിരിച്ചറിയാതെ പോവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള വളരെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ വളരെ അൺപ്രൊഫഷണൽ ആൻഡ് ചീപ്പാണ്. എത്ര ഡിഗ്രികളുണ്ടെങ്കിലും, എത്ര വലിയ ടൈയും കോട്ടും ബ്രാൻഡഡ് ഷർട്ടും ഒക്കെ നിങ്ങൾ ഇട്ടാലും നിങ്ങളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അത് കടയിൽ വാങ്ങിക്കാൻ കിട്ടത്തില്ല. അത് നമ്മൾ പേഴ്സണലി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. നമ്മളിലൊക്കെ ഓൺ ആൻഡ് ഓഫായിട്ട് ഇത്തരത്തിലുള്ള ചില സ്വഭാവങ്ങളൊക്കെ തെളിഞ്ഞു വരും. പക്ഷേ അത് സ്ഥിരമായി വരുന്നെങ്കിൽ അതൊരു വലിയ രോഗാവസ്ഥയാണ്. അത്തരം ആൾക്കാരുടെയൊക്കെ അവസാനം എന്ന് പറയുന്നത് ഭയങ്കര ദുരന്തമായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ലോങ് റൺ വളരെ ദുരന്തമായിരിക്കും. കാരണം ലോങ് റണ്ണിൽ ഇവരെ തിരിച്ചറിയുകയും ഇവർക്ക് എല്ലാ പൊസിഷനും നഷ്ടപ്പെടുകയും ഒരു മനുഷ്യൻ പോലും ഒരു കാലത്ത് അവരുടെ കൂടെ ജോലി ചെയ്ത ഒരു മനുഷ്യൻ പോലും, അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ പോലും ഒരു സുഹൃത്തായിട്ടോ ഒരു സഹായത്തിനോ ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാവത്തില്ല. ഇങ്ങനെയുള്ളവർ ടോട്ടലി ഒറ്റപ്പെട്ടു പോകും. ഇതൊരു ദുരന്ത മാനസിക അവസ്ഥയാണ്. ഇത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് ആരും പോയി കയറാതിരിക്കുക. നമുക്ക് കുറവുകളൊക്കെ കാണും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ കുറവുകളെയൊക്കെ അതിജീവിക്കുകയും കുറേ കൂടെ പ്ലസൻ്റായിട്ട് ലോകത്ത് ജീവിക്കുകയും, നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തൊക്കെ ഇരിക്കുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരെയൊക്കെ വളർത്താനായിട്ട് ശ്രമിക്കുക. റിയൽ ലീഡേഴ്സ് ഗ്രോ മോർ ലീഡേഴ്സ്. ഒരു ശരിയായ ഒരു ലീഡർ എന്ന് പറയുന്നത് അവർ കൂടെയുള്ളവരെയൊക്കെ വളർത്തി മിടുക്കരാക്കും. അത്തരത്തിലുള്ളൊരു ഡെവലപ്പിംഗ് എൻവയോൺമെൻറ്റ്, ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ്, ഒരു സസ്റ്റൈനബിൾ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രൊഫഷണൽ ലൈഫിലൊക്കെ സാധിക്കട്ടെ. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു പ്രൊഫഷണൽ ഏരിയയിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആൾക്കാർ ഈ തൊഴിൽ രംഗത്തൊക്കെ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ആ ജോലിയുടെ കാഠിന്യം കൊണ്ടല്ല, അവിടെ തലപ്പത്തിരിക്കുന്ന വളരെ വൃത്തികെട്ട മനുഷ്യരെ കാരണമാണ്. ജോലി ചെയ്യാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം, ഒരു വളരാനും അധ്വാനിക്കാനും ഒക്കെയുള്ള മനുഷ്യൻ്റെ ആഗ്രഹത്തെയൊക്കെ വളരെ ചെറിയ പ്രായത്തിലെ നുള്ളിക്കളയുന്ന ഇതുപോലുള്ള വിഷവിത്തുകളെയൊക്കെ തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെയുള്ളവരെ നമുക്ക് ഡിസ്കറേജ് ചെയ്യാം. നിങ്ങൾക്കെല്ലാം നല്ലതെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാപ്പി ലിവിങ്.